നേടിയെടുക്കാൻ കഴിയാതെ പോയ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകുമല്ലേ ജീവിതത്തിൽ? ഉണ്ടോ? ഉണ്ടാവും. ഓക്കെ. എന്നാൽ പ്രായം മറന്ന് ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ഒരു ശ്രമം നടത്തിയാലോ? 40 വർഷത്തിന് ശേഷം കഥാപ്രസംഗ വേദിയിൽ തിരിച്ചെത്തിയ തിരുവനന്തപുരം ഞെക്കാട് സ്വദേശി രേണുക അമ്മയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഭാരതപ്പുഴതൻ വിരിമാറിലേക്കെങ്ങിനെ സുന്ദരിയാം കവനി ശാന്തമായൊഴുകുന്നു. പാടിത്തീരും മുൻപേ കഥയിലെ നായികയെ തേടി ഞങ്ങൾ ഞെക്കാടെത്തിയിരുന്നു. പാട്ടും പറച്ചിലുമായി ഒരു ഭാഗത്ത് തൊഴിലുറപ്പ് ജോലിയും തകൃതി. തുമ്പിക്കൈയിൽ മോദകമേന്തും ഉണ്ണി ഗണപതിയേ, ഉദയ ദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനേ. അരങ്ങിൽ മാത്രമല്ല, കഥാനായികയുണ്ടെങ്കിൽ ജോലിയും കെങ്കേമം. ചുട്ടുപൊള്ളുന്ന വെയിലിലും ജോലി അനായാസമാക്കാൻ കഥകൾ നിരവധിയുണ്ടെന്ന് രേണുകാമ. ഞാൻ എല്ലാവർക്കും ഊർജ്ജമാണ് എവിടെ പോകാനും. ഞാൻ എപ്പോഴും 24 മണിക്കൂറും പാട്ടുകളൊക്കെ പാടും. വണ്ടിയിൽ കയറിയ എൻ്റെ പേരാണ് മുമ്പേ വിളിക്കുന്നത്. രേണു ചേച്ചി വാന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോഴേ ചാടി വീടും. ഒരു തോർത്തൊക്കെ തലയിൽ കെട്ടി ഒക്കെ പാട്ട് പാടാനായിട്ടൊക്കെ. ബാക്കി പിന്നെ ഇവരൊക്കെ അങ്ങ് തുടങ്ങിക്കോളും. അച്ഛൻ പഠിപ്പിച്ച ഭാരതപ്പുഴയുടെ ഓളങ്ങൾ തന്നെയാണ് കഥാവിഷയം. 40 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അരങ്ങിലെത്തിയത് കഴിഞ്ഞ ദിവസം. 13ാം ശതകത്തിൽ ഒടുവിൽ ജീവിതം പടവെട്ടും അന്ധകാരത്തിലെന്ന് പാടിപ്പാടി ജീവിതത്തിന്റെ കഥന കൂടി ഓർത്തെടുക്കുന്നു. എനിക്ക് അന്ന് 18 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. 18 വയസ്സിൽ ഞാൻ കഥാപ്രസംഗം അവതരിപ്പിച്ചു. ഒരു 5 വർഷം പല പല സ്റ്റേജുകളിൽ ഒക്കെ ഞാൻ അവതരിപ്പിച്ചു. ഒരുപാട് സ്റ്റേജുകൾ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ പഠിച്ച് അവസാനം ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കല്യാണമൊക്കെ ആയത്. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. ഭർത്താവ് ഒരു പരിപാടിക്ക് പ്രോഗ്രാമിന് പോകാനായിരുന്നോ പറഞ്ഞ് ഈ പരിപാടി ഇവിടം കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തൊട്ട് കഥാപ്രസംഗം മടക്കി വെച്ചു. 18ാം വയസ്സിൽ പാടി നിർത്തിയതിൽ നിന്ന് വീണ്ടും കഥ പറഞ്ഞു തുടങ്ങുകയാണ്. തന്റെ ജീവിതത്തിന്റെ, വീട്ടുകാരുടെ, നേരിട്ട വെല്ലുവിളികളുടെ, കൂടെയുള്ള സ്ത്രീകൾക്ക് ഊർജമാകുന്നതിന്റെ, അങ്ങനെയെല്ലാം. അരജന്റെ പുത്രിയെ അരികത്തണയ്ക്കുവാൻ അടിമയൊന്നാശിച്ചു പോയി. 40 വർഷത്തിന് ശേഷം അരങ്ങിലെത്തിയതിന്റെ രഹസ്യം എന്താണ് എന്നല്ലേ? അത് ഈ എനർജിയാണ്. ക്യാമറമാൻ വിപിൻ വേളിക്കൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം.